നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അഷ്ടമുടി കായലിൽ ഒരു വെറൈറ്റി ഒരു സ്ഥലമുണ്ട്. വേറെ ഒന്നുമല്ല, ഒരു ഐലൻഡാണ്. അവിടെയാണ് കാണുന്നത്. ഐലൻഡ് അവിടെ കാണാൻ പറ്റും. നമുക്ക് അങ്ങോട്ട് പോവാം. ഇന്ന് നമ്മൾ പോകുന്നത് വേറെ എവിടെയല്ല, നമ്മുടെ അഷ്ടമുടി കായലിൽ ഏകദേശം സാമ്പ്രാണിക്കൊടി എന്ന് പറയുന്ന ഒരു ചെറിയൊരു ഐലൻഡ് പോലെ ഒരു സ്ഥലമുണ്ട്. ഒരു തുരുത്ത് പോലെയാണ് ഉള്ളത് ഗൈസ്. അപ്പം ആ സ്ഥലത്തോട്ടാണ് പോകുന്നത്. അപ്പം നമ്മളറിയാം കൊല്ലം ജില്ലയിൽ തന്നെയാണ് നമ്മൾ പോകുന്നത്. ഇപ്പം എല്ലാം കൊല്ലം ജില്ലയാണ് നമ്മളിപ്പം എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കൊല്ലം ജില്ലയിൽ ആ ഒരു അഷ്ടമുടി കായൽ, അതായത് അഷ്ടമുടി കായൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഏറ്റവും കൂടുതൽ, അതായത് കേരളത്തിലെ ഏറ്റവും ആഴം കൂടിയ കായലാണ് നമ്മുടെ അഷ്ടമുടി കായൽ. അപ്പോൾ അതിൻ്റെ നടുക്ക് സെൻട്രലായിട്ട് ഒരു ഐലൻഡ്, അതിൻ്റെ മേളിൽ കയറി നമുക്ക് നിൽക്കാം. ഏകദേശം ഒരു പ്ലാറ്റ്ഫോം പോലെയാണ് അവിടെ കെട്ടിയിരിക്കുന്നത്. കെട്ടിയതല്ല, നാച്ചുറലായിട്ട് വന്നിട്ടുള്ളതാണ്. ഇപ്പോൾ ഏകദേശം ഒരു 5 വർഷമായിട്ടുള്ളതെന്ന് തോന്നുന്നത്, ഏകദേശം വന്നിട്ടുള്ളതെന്ന് തോന്നുന്നത്. എൻ്റെ ഊഹത്തിൽ അതായിരിക്കും. ഇത് ഇപ്പോഴാണ് ഞാൻ കേട്ട് തുടങ്ങിയത്. കൊല്ലം ജില്ലക്കാരനായിട്ടും ഞാനിപ്പോഴാണ് അത് കേട്ട് തുടങ്ങിയത്. അപ്പോൾ ഗൈസ്, അപ്പം ആ ഒരു പ്ലാറ്റ്ഫോമിൽ കയറി നിന്ന് കഴിഞ്ഞാൽ ഏകദേശം നമ്മുടെ മുട്ട് വരെ മാത്രമേ വെള്ളം കാണത്തുള്ളൂ. അതാണ് ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. അപ്പം എല്ലാവരും പോകുന്നുണ്ട്. അപ്പം ഗൈസ്, നമുക്ക് നേരെ എന്തൊക്കെയാണെന്ന് പോയി നോക്കിയിട്ട് വരാം. അപ്പോൾ അതിൽ കയറി പോകാൻ ബോട്ടും അതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ ഫോൺ നമ്പറും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയേക്കാം. ഐലൻഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു വെറൈറ്റിയാണ്. നല്ല വെയിലുണ്ട് കേട്ടോ. വെറൈറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നുമല്ല, നമുക്ക് ഐലൻഡിൻ്റെ മേളിൽ കൂടി ഇങ്ങനെ നടക്കാൻ പറ്റും. അപ്പോൾ അതാണ് നമുക്ക് ജസ്റ്റ് ഒന്ന് പോയി നോക്കാം എന്തൊക്കെയാണെന്ന് നോക്കാം. ഒരു സർപ്രൈസ് ഐലൻഡാണ് ഗൈസ്. ആ കാണുന്നതാണ് ഐലൻഡ്. കാണാൻ പറ്റുമോ എന്ന് എനിക്ക് അറിയത്തില്ല. അപ്പോൾ അതാണ് ഗൈസ് ഐലൻഡ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒരു ബോട്ടിൽ കയറി പോകണം. അവിടെ ബോട്ടുണ്ട്. അപ്പം നമ്മൾ അതിൽ കയറി പോകാൻ പോവാം. അപ്പം നമ്മൾ ബോട്ടിൽ കയറാൻ പോവുകയാണ്. അപ്പോൾ ബോട്ട് ആരെയെന്ന് ചോദിച്ചാൽ നമ്മൾ ആൻ്റണി ചേട്ടൻ്റെ ബോട്ടാണ് കേട്ടോ. ഞാൻ എന്തായാലും അതിൻ്റെ നമ്പരൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ കൊടുക്കുന്നുണ്ട്. നിങ്ങളത് വിളിച്ച് ചോദിച്ചിട്ട് ആൻ്റണി ചേട്ടൻ്റെ ബോട്ടിൽ കയറിയാൽ മതി. നല്ല രീതിയിൽ കൊണ്ടിറക്കും. അപ്പോൾ ഞാൻ എന്തായാലും അതിൻ്റെ ബോട്ടിൽ കയറിയിട്ടുണ്ട്. ബോട്ടിൽ കയറിയിട്ട് ഏകദേശം ഒരു 100 റുപ്പീസാണ് പേ ചെയ്യേണ്ടത്. ഒരാൾക്ക് 100, പെർ ഹെഡ് 100 റുപ്പീസാണ്. അപ്പം അതിൽ കയറുക, ജസ്റ്റ് കയറി ഇരുന്ന് കൊടുത്താൽ മതി. അവിടെ കൊണ്ടിറക്കും. അതേന്ന് ഞാൻ തിരിച്ചുകൊണ്ട് വിടും. ജസ്റ്റ് സേഫാണ്, നല്ല സേഫാണ്. നിങ്ങൾക്ക് കയറി നല്ല രീതിയിൽ എക്സ്പ്ലോർ ചെയ്യാം. കൊച്ചു പിള്ളേരൊക്കെ വന്ന് നല്ല രീതിയിൽ അവിടെ കളിക്കുന്നുണ്ട് ഗൈസ്. അപ്പം നിങ്ങളെല്ലാവരും കയറി വരാൻ നോക്കുക ഗൈസ്. നമ്മൾ ആൻ്റണി ചേട്ടൻ വന്ന് നമ്മുടെ എൻജിൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ് നമുക്ക് അങ്ങോട്ട് പോകാം. I don't ever slow up, no I don't take sh**. I got no love for the fakeness. If you wanna play tough and wanna hate this, I'll always show up and make a statement. I don't ever slow up, no I don't take sh**. I got no love for the fakeness. If you wanna play tough and wanna hate this, I'll always show up and make a statement. Everything I do so instinctive and so passionate. Every word I move so descriptive like an adjective. I got a vendetta against people who patented being negative when you should be getting after it. I got facts over tracks, this and that. Spitting slow, spitting fast. I could roast, I could gas. Think I'm okay at last, but I don't know if that can erase all the past. And the pettiness, a reflection of the emptiness. Hilarious, you think you're worth my time, you're delirious. Mysterious, because you hide behind a fake exterior. Inferior, you know I'll always be a bit superior. Get off of me, this ain't no humble brag. I want you to hear words, you can say them back. I want you to feel free from the chains at last, and to believe in what you got, it was built to last, yeah. Now that I've been put through, I never got anyone's help. I had to do it all myself. I don't ever
never slow up, no I don't take shit. I got no love for the fakeness. If you wanna play tough and wanna hate this, I'll always show up and make a statement. I don't ever slow up, no I don't take shit. I got no love for the fakeness. If you wanna play tough and wanna hate this, I'll always show up and make a statement. Gonna learn the consequence of being incompetent. Mental health is confidence, dreams and some honestness. I'm not here to save the day, that's for you to take away. I could play a million mind games, but instead I say something not illogical, something that is topical. Rub it on and watch it go, make yourself unstoppable. Dreams are irresponsible, but they're always possible. If you just believe, you could be so remarkable. Thoughts in my head, a collage and they spread. I'll be great one day, going off of my meds. No, I'm not giving up, no, I'm not giving in. I will make it to the top, taking off in the wind. I gotta make it, I'm saving every day to taste it. I'm patient, but my mind, it can hardly take it. I'm chasing a dream that I've had for several ages. A vacant, modern kingdom for the taking. Now that I've been put through, I never got anyone's help. I had to do it all myself. I don't ever slow up, no I don't take shit. I got no love for the fakeness. If you wanna play tough and wanna hate this, I'll always show up and make a statement. I don't ever slow up, no I don't take shit. I got no love for the fakeness. If you wanna play tough and wanna hate this, I'll always show up and make a statement. I don't ever slow up, no I don't take shit. I got no love for the fakeness. If you wanna play tough and wanna hate this, I'll always show up. ഇങ്ങനൊരു സ്ഥലം ഉണ്ടെന്ന് കൊല്ലംകാരനായിട്ട് ആദ്യമായിട്ട് മനസ്സിലാക്കി. അതെ കേസ് ആദ്യമായിട്ട് ഇപ്പോൾ നമ്മൾ കൊറോണ മാറിയപ്പോഴാണ് ഇതെല്ലാം സെർച്ച് ചെയ്ത് തുടങ്ങിയത്. ഇഷ്ടംപോലെ ആൾക്കാർ വന്നിട്ടുണ്ട്, ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. അതുകൊണ്ട് ഇഷ്ടംപോലെ ആൾക്കാർ ഇവിടെയും കുറച്ചുപേർ നിൽക്കുന്നുണ്ട്. പിന്നെ ഒരുത്തനും ഇറങ്ങാൻ മടിയുള്ള ഒരുത്തത് അവിടെ ഇത് വരുന്നുണ്ട് കേസ്. ഒരു ഏകദേശം ഇത് ഇത്ര അല്ലടാ, ഒരു ഇപ്പം ഇന്നലെ മഴ പെയ്തുകൊണ്ട് എത്ര കയറിയത്, അല്ലെങ്കിൽ ഇത്രയും കാണത്തില്ലായിരുന്നു. ഇങ്ങോട്ട് വന്നപ്പോൾ ഇത്ര ആഴമില്ല, ആ നോക്കിയപ്പോൾ കുറഞ്ഞു. ഇത് വെള്ളം ഇറങ്ങുന്നുണ്ട്. അത് വേലിയിറക്കത്തിനനുസരിച്ച് വെള്ളത്തിൻ്റെ ആ ഒരു ഇത് ഇറങ്ങും എന്നാണ് നമ്മുടെ ഇറക്കം പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഇവിടെ വന്ന് നോക്കുക കേട്ടോ. എൻ്റെ സൗണ്ട് കറക്റ്റ് കിട്ടുമോ ഇല്ലെന്ന് അറിയത്തില്ല. ഇവിടെ ഇഷ്ടംപോലെ ആൾക്കാർ ഇവിടെ ബഹളം വയ്ക്കുന്നുണ്ട്. നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം. കണ്ടല്ലോ, വേറൊന്നുമില്ല. എനിക്ക് തോന്നുന്നത് കേരളത്തിലെ ഏറ്റവും ആഴം കൂടിയ കായലാണ് നമ്മൾ അഷ്ടമുടി കായൽ. അപ്പോൾ ആ കായലിൻ്റെ നടുക്ക് വന്ന് നമുക്കിങ്ങനെ നിൽക്കാൻ പറ്റുമെന്ന് വെച്ചാൽ വലിയതായിട്ട് ഇതാണ്. അതാണ്
അതിൻ്റെ കര. അവിടെ നിന്നാണ് നമ്മൾ വരുന്നത്. അവിടെ നിന്ന് ഇങ്ങോട്ട് ഈ ഒരു ഐലൻഡിലോട്ടാണ് വരുന്നത്. അയ്യോ എൻ്റെ കാലിലെന്തോ ഇത് കണ്ടല്ലോ, നല്ല സൂപ്പർ വൈബാണ് ക്രിയേറ്റ് ചെയ്യുന്നത് കേസ്. അപ്പോൾ നിങ്ങൾക്ക് വന്ന് ഇവിടെ അടിപൊളിയായിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. കണ്ടല്ലോ, ഇവിടം വരെ വരുത്തോളൂ. പിന്നെ ഇന്നലെ മഴ പെയ്തായിരുന്നു. മഴ പെയ്ത കാരണം കൊണ്ടാണ് കുറച്ചും കൂടെ വെള്ളം പൊങ്ങിയത്. അല്ലെങ്കിൽ കുറച്ചും കൂടെ താഴ്ചയായിരുന്നു ഉള്ളത്. അവിടം വരെ എല്ലാവരും അവിടം വരെ ഇറങ്ങാം. ഇവിടെ കുറച്ച് കുറ്റി വെച്ചിട്ടുണ്ട്. ഇവിടെ റെഡ് കുറ്റി, അവിടം വരെ ഇറങ്ങാം. അതിൽ കൂടുതൽ ഇറങ്ങാൻ പാടില്ല. അവിടെ കുറ്റി അവിടെ ഇങ്ങനെ റൗണ്ടിലാണ് ഇരിക്കുന്നത്. ഇവിടെ വന്ന് കുറേ പേര് വന്ന് ബഹളം വെക്കുന്നുണ്ട് കേസ്. ഇപ്പോൾ നിൽക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഇവിടെ ഒരു മരത്തിൻ്റെ മണ്ടയിലാണ് കേസ് നിൽക്കുന്നത്. കാണാൻ പറ്റും കേസ്. ഇത് ഒരു മരത്തിൻ്റെ മണ്ടയിൽ നിങ്ങൾ ഇവിടെ വന്ന് നിന്ന് എക്സ്പ്ലോർ ചെയ്ത് കഴിഞ്ഞാൽ മാത്രം മനസ്സിലാവത്തുള്ളൂ കേസ്. അപ്പോൾ കേസ് ഇവിടെയൊക്കെ മരത്തിൻ്റെ മണ്ടയിലൊക്കെ വന്ന് നിൽക്കാം. പലവർക്കും മരത്തിൻ്റെ മണ്ടയിൽ കയറണമെന്നുണ്ട്. അപ്പോൾ ഞാൻ ഇറങ്ങുകയാണ് കേസ്. ഒന്ന് ജസ്റ്റ് ഒന്ന് ഇറങ്ങട്ടെ കേസ്. നമ്മളിപ്പോൾ അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനെ കൊണ്ടുവന്നു കണ്ണാടി ഇനി അവന് കൊടുക്കണമെന്നാണ് പറയുന്നത്. കൊടുക്കണം അവൻ്റെ കണ്ണാടി കേട്ടോ. അവന് പവറുണ്ടോ കുറവുണ്ടോ എന്ന് അറിയാം. ഇതിൻ്റെ അത് അപ്ലോഡ് ചെയ്യണോ? ഇപ്പം ഞാൻ പറഞ്ഞ നല്ല അപ്ലോഡ്. എൻ്റെ കണ്ണാടിയാണ് വിചാരിച്ചോട്ടെ. ചീത്ത വിളിച്ചത്. അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങോട്ട് പോലെന്നാണ് പറഞ്ഞേക്കുന്നത്. അവിടം വരെ പോകാം കേസ്. ആ ഒരു ചുവപ്പ് കണ്ടല്ലോ, അവിടം വരെ നമുക്ക് പോകാൻ പറ്റും. എന്തായാലും നമുക്ക് അവിടം വരെ പോയി നോക്കാം. ഇത് കണ്ടല്ലോ, നമ്മൾ കറക്റ്റ് ആ കായലിൻ്റെ നടുക്കാണ് ജസ്റ്റ്. അപ്പോൾ അതിൻ്റെ നടുക്കാണ് നമ്മളിവിടെ നിൽക്കുന്നത്. അവിടെയൊക്കെ കുറേ പാലങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ പാലം എന്തുവാണ്? അതേത് പാലം? അത് പുതിയ പാലം, മറ്റേത് പഴയ പാലവും. അതേത് പാലം? അവിടെ ഒരു പാലമുണ്ട്, ഇവിടെ ഒരു പാലമുണ്ട് കേട്ടോ. ആ പാലം അറിയാം, നമ്മുടെ ബൈപ്പാസിൻ്റെ പാലമാണ്. ആ പാലം അറിയാൻ വയ്യ. എന്തായാലും ജലപാരം പാലമായിരിക്കും, ചിലപ്പോൾ അതായിരിക്കും. I don't ever slow up, no I don't take shit. I got no love for the fakeness. If you wanna play tough and wanna hate this, I'll always show up and make a statement. I don't ever slow up, no I don't take shit. I got no love for the fakeness. If you wanna play tough and wanna hate this, I'll always show up and make a statement. Everything I do so instinctive and so passionate. Every word I move so descriptive like an adjective. I got a vendetta against people who patented being negative when you should be getting after it. I got facts over tracks, this and that. Spitting slow, spitting fast. I could roast, I could gas. Think I'm okay at last, but I don't know if that can erase all the past. And the pettiness, a reflection of the emptiness. Hilarious, you think you're worth my time, you're delirious. Mysterious, because you hide behind a fake exterior. Inferior, you know I'll always be a bit superior. Get off of me, this ain't no humble brag. I want you to hear words, you can say them back. I want you to feel free from the chains at last, and to believe in what you got, it was built to last, yeah. Now that I've been put through hell, I never got anyone's help. I had to do it all myself. I don't ever slow up, no I don't take shit. I got no love for the fakeness. If you wanna play tough and wanna hate this, I'll always show up and make a statement. I don't ever slow up, no I don't take shit. I got no love for the fakeness. If you wanna play tough and wanna hate this, I'll always show up and make a statement. Gonna learn the consequence of being incompetent. Mental health is confidence, dreams and some honestness. I'm not here to save the day, that's for you to take away. I could play a million mind games, but instead I say something not illogical, something that is topical. Rub it on and watch it go, make yourself unstoppable. Dreams are irresponsible, but they're always possible. If you just believe, you could be so remarkable. Thoughts in my head, a collage and they spread. I'll be great one day, going off of my meds. No I'm not giving up, no I'm not giving in. I will make it to the top, taking off in the wind. I gotta make it, I'm saving every day to taste it. I'm patient, but my mind, it can hardly take it. I'm chasing a dream that I've had for several ages. A vacant, modern kingdom for the taking. Now that I've been put through hell,
I never got anyone's help, I had to do it all myself. I don't ever slow up, no I don't take shit. I got no love for the fakeness. If you wanna play tough and wanna hate this, I'll always show up and make a statement. I don't ever slow up, no I don't take shit. I got no love for the fakeness. If you wanna play tough and wanna hate this, I'll always show up and make a statement. I don't ever slow up, no I don't take shit. I got no love for the fakeness. If you wanna play tough and wanna hate this, I'll always show up. ഇവിടെ ഫുൾ മണ്ണുകളാണ് കേട്ടോ, മണ്ണാണ് കേട്ടോ, കല്ലും ഒടിയോ കേസ്. ഒരു കത്തി ഇത് ഒരു സാധനം കിട്ടി കേസ്, എനിക്ക് വേണ്ട. മണ്ണ് വാരിയത് ഇതേപോലെ കുറേ കക്കകളാണല്ലേ ഇത്. ഇത് കക്കകൾ, തോടുകളെ ഉള്ളെന്ന് തോന്നുന്നു. ഇത് ചിലതൊക്കെ ജീവൻ ഉണ്ടായിരിക്കും അല്ലേ. നമുക്ക് ഇതിനകത്തിൻ്റെ ഇത് I feel nauseous, believe me. Never had a lot of shit come easy. Had to work hard, struggle just to be me. Had to rise up just so they could see me. Did what I had to do just to feed me. And what was left over I put towards my dreaming. But the only thing in life that has meaning are the things you gotta work for, believe me. Take into your hands a plan, your own hands can land your own brand. And damn, I feel like no one takes accountability. They want the credibility, convincingly unwilling to put in the hours it takes to get some power. Don't be f***ing sour, take a cold shower. Scream until you're louder, work until you're prouder. And f*** all the doubters, they're just your downers. I swear to God they all let me down. I always fought just to wear the crown. I'm off at these f***ing clowns. ഏകദേശം സാമ്പ്രാണിക്കൊടി എന്നാണ് ഇതിന് പറയുന്നത്. അത് ഏകദേശം അവിടെ വന്നിറങ്ങും. നിങ്ങൾ അവിടെ കറക്റ്റ് ആ ലിങ്ക് ക്ലിക്ക് ചെയ്താൽ നേരെ ആ സ്ഥലത്ത് വന്നിറങ്ങും. അവിടെ നിന്ന് ജസ്റ്റ് ബോട്ടുണ്ട്, ബോട്ടിൽ നിന്ന് ഈ ബോട്ട് ഇവിടെ വന്നിറങ്ങും. ജസ്റ്റ് ആ ബോട്ട് ഇവിടെ വന്നിറങ്ങി ഒന്നും കൊടുക്കേണ്ട അവിടെ ബോട്ട് ഇവിടെ വന്നിറങ്ങും. എന്നിട്ട് തിരിച്ചു പോകാൻ വേണ്ടി അവിടെ കയറി നിന്നാൽ മതി. അവർ ആ ബോട്ടിൽ തന്നെ വരുന്ന ബോട്ടിൽ തന്നെ തിരിച്ചു പോകാൻ കഴിയും. സന്ദർഭോചിതമായിട്ട് അണ്ണം ബോട്ടും കൊണ്ട് വരികയും ചെയ്തു. കുറേ ബോട്ടുകൾ വരുന്നുണ്ട് കേട്ടോ. പക്ഷേ ഇതിൻ്റെ ആഴം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റും കേസ്. ഇവിടെ ഞാൻ ഇവിടെ കണ്ടല്ലോ, കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. എൻ്റെ ഫോൺ എന്തായാലും ബുക്കാൻ പറ്റത്തില്ല കേസ്. ഇതാണ് ഇവിടെ ആഴം എന്നുള്ളത് കാണാൻ പറ്റും. ജസ്റ്റ് കലയിക്കതിനെ കലങ്ങലും കുറേ കക്കകൾ കിടക്കുന്നുണ്ടല്ലേ, നോക്കിയേ. ഇഷ്ടംപോലെ ചെറിയ ചെറിയ കക്കകളാണ്. മുമ്പേ കാണിക്കുകയാണല്ലേ കക്കകൾ. ഇത് തോട് പൊട്ടിപ്പോയിട്ടുണ്ടല്ലേ, വേറെ ഒന്നുമില്ല. അടിപൊളിയായിട്ട് കാണാൻ പറ്റും കേസ്. ഇതിൻ്റെ അകത്ത് എന്തൊക്കെ ഉണ്ടെന്നല്ല കാണാൻ പറ്റുന്നുണ്ട്. ഓ കേസ് ഇവിടെ വെള്ളം, ഇവിടെ ഇച്ചിരി ആഴം കുറവാട്ടോ. ഇവിടെ ആഴം കുറവാണ് കേസ്. അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഇവിടെ ആഴം കുറവുണ്ട്. പിള്ളേർക്ക് ഒന്നും നിൽക്കാൻ പറ്റില്ലേ. റോഡുകൾ മാത്രമേ ഉള്ളൂ. ഇതേപോലെ കക്കകൾ ഇഷ്ടം പോലെ ഉണ്ട്. അങ്ങോട്ട് പോകുമ്പോഴാണ് ഇതേപോലെ കക്കകളൊക്കെ കാണാൻ പറ്റുന്നത് കേട്ടോ. ഇവിടെ ഇഷ്ടംപോലെ കക്കകൾ കിടപ്പുണ്ട്. നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം. അവിടെ ബോട്ട് വന്ന് കിടക്കുന്നുണ്ട്. പോകുന്നവർക്ക് വേണമെങ്കിൽ അതിൽ കയറി പോവാം. ബോട്ട് വരും, അതിൽ കയറി തിരിച്ചു പോവാം. അത്രേ ഉള്ളൂ. വെറുതെ സിമ്പിളാണ്, വരാനൊക്കെ വളരെ സിമ്പിളാണ് കേട്ടോ. ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്, ജസ്റ്റ് കയറി വന്ന് നോക്കുക. ഇതാണ് നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവന്ന വണ്ടി. ഈ അണ്ണനാണ് നമുക്ക് ഇവിടെ കൊണ്ടുവന്നത്. അപ്പോൾ ഇത് എല്ലാ ദിവസവും ഇത്തരം തിരക്കാണ്. നമ്മളിവിടെ എല്ലാ ദിവസം തിരക്കില്ല, നമുക്ക് അവധി ദിവസങ്ങളിലായി തിരക്കും. എല്ലാ ദിവസവും വന്നു കഴിഞ്ഞാൽ ഇവിടെ വരാം. ബോട്ടുകളുണ്ട്. പിന്നെ അതേപോലെ ഈ ഇപ്പം ഞായറാഴ്ച മാത്രമാണ് ഏറ്റവും അവധി ദിവസങ്ങളിൽ നല്ല തിരക്കാണ്. ഇത് ഇവിടെ തന്നെ ഇറങ്ങും. ഇവിടെ അങ്ങോട്ട് താഴെ അങ്ങോട്ട് താഴെ
ഇത് കുറേ നാളായിട്ടുണ്ടോ ഇങ്ങനെ ആളും കൂട്ടം? ഇതിപ്പോൾ നമുക്കൊരു 2 വർഷമായിട്ട് 2 വർഷമായിട്ടേ ഉള്ളൂ. 2 വർഷമായിട്ട് തിരക്ക് കൂടി. ഇത് എത്ര നാളോട്ടുണ്ട്? ഇത് 5-6 വർഷം തുടങ്ങിയതാണ്. കൊറോണയ്ക്ക് മുന്നേ തുടങ്ങിയത് നമ്മളെ അവരെ ഇപ്പം ഗൂഗിളിലൊക്കെ ആയപ്പോഴത്തേക്ക് നെറ്റിലൊക്കെ നല്ല പരസ്യം ആയപ്പോഴത്തേക്ക് ആൾക്കാർ വന്നു. യൂട്യൂബർമാർ ഇഷ്ടംപോലെ വരുന്നുണ്ട്. അവർ അപ്പോൾ ചേട്ടാ സ്ഥിരം ഒരു ഞങ്ങൾ കല്ലത്താണ് ജനിച്ച് ഫുള്ള് അല്ലേ എവിടെയൊക്കെ കറങ്ങിയിട്ടുണ്ട്. ഇവിടെ പ്രാക്കളത്തൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഈ സ്ഥലം ഇതിനെപ്പറ്റി വലിയ അറിവൊന്നുമില്ല. അപ്പോൾ പണ്ട് ഇതില്ല, ഇങ്ങനത്തെ സംഭവം ഉണ്ടായിരുന്നില്ലേ? സ്ഥലം എവിടെ? ഞങ്ങൾ സ്ഥലം കടപ്പാക്കട അതിനായി ഇവിടെ മാമ്പൂട്. പേര് ഇത് ആന്റണി. ആന്റണി. നമ്പർ കൂടെ കിട്ടുമോ? നമ്പർ നമ്പർ നമ്മുടെ നമ്പർ എന്തായാലും സൈഡ് ഡിസ്ക്രിപ്ഷൻ. എന്നാണ് ചേട്ടൻ്റെ പേരെന്നാ? എൻ്റെ പേര് കാമിലോസ് അലക്സാണ്ടർ. കാമിലോസ് അലക്സാണ്ടർ. എത്ര നാളെ ഇവിടെ? നമ്മളിവിടെ ഇപ്പോൾ ഒരു 5-6 മാസമായിട്ട് ഞാൻ 5 മാസമായിട്ട് ഇവിടെ ഞാൻ ടൂറിസത്തിൻ്റെ തന്നെയാണോ അതോ? കോഴ്സിലായിരുന്നു ഗൾഫിൽ. ഓ പിന്നെ ഇവിടെ വന്ന് ഇപ്പോൾ 6 മാസമായിട്ട് ഈ പരിപാടിയാണ് നടക്കുക. എങ്ങനെ ഓക്കെ. അപ്പോൾ എങ്ങനെയുണ്ട് പൊതുവെ അഭിപ്രായം? എങ്ങനെ ആൾക്കാരുടെ ഇവിടെ ശനി ഞായറും തിരക്കാ. തിരക്കാണ്? ഇന്നിച്ച് തിരക്ക് കുറവായിരുന്നു. പൊതുവെ അല്ലെങ്കിൽ ഇതിലും നല്ല ആളാണ് ഇവിടെ നിൽക്കാൻ സ്ഥലം കാണത്തില്ല. ഓ. അപ്പോൾ എങ്ങനെ വന്നു കഴിഞ്ഞാൽ ഫാമിലി ആയിട്ട് വന്നു കഴിഞ്ഞാൽ സെക്യൂർ ആണോ? അതായത് എന്തെങ്കിലും പ്രശ്നങ്ങളോ? ഗുഡല്ലേ? ആണല്ലേ? നമ്മൾ വളരെ നല്ല രീതിയിൽ സേഫായിട്ട് അവരോട് കൊണ്ടുവരും, സേഫായിട്ട് തിരിച്ചെത്തിക്കും. അല്ല ബോട്ട് യാത്രയല്ല പൊതുവെ ആൾക്കാർ പൊതുവെ എല്ലാവരുമായിട്ട് നമ്മൾ നല്ല രീതിയിൽ പെരുമാറുന്നുണ്ട്. ഇവിടെ ഉള്ളവരെല്ലാം പൊതുവെ അങ്ങനെയാണ്. അപ്പോൾ ഫാമിലി ആയിട്ട് വന്നു കഴിഞ്ഞാൽ ഒരു അലമ്പുമില്ല, എല്ലാ നല്ല സൗകര്യങ്ങളും എല്ലാ സൗകര്യങ്ങളും നമ്മൾ ഒരു പ്രശ്നമില്ലാണ്ട് നമുക്ക് ഒരു പ്രശ്നമില്ല. 100% ഉറപ്പാണ്. ഓക്കെ. അപ്പോൾ നിങ്ങൾ ചേട്ടന്മാരും ഉണ്ടല്ലേ ഇവിടെ? നമ്മളെല്ലാവരും കൂടെ 5-6 പേരുണ്ട് സേഫായിട്ട് ഇങ്ങനെ കാര്യങ്ങൾ നടത്തും. അപ്പോൾ ഇതെല്ലാം ഇതിവിടെ വരുന്ന വഞ്ചി വരുന്ന വള്ളങ്ങളല്ല. ഒന്ന് ബൈജു, അത് ബൈജു കേട്ടോ, കാംപ്ലക്സ് അലക്സാണ്ടർ, ആന്റണി, ഡിക്സൺ, അങ്ങനെ എല്ലാവരും ഉണ്ട് കേട്ടോ. ഓക്കെ. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ ഒരു ടീമുണ്ട് ഇവിടെ. എല്ലാവർക്കും ഒരു ഹായ്. ഹായ് ഹായ്. ഇവിടെ നിന്ന് പോകാൻ പോവുകയാണ്. അപ്പോൾ എൻ്റെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാൻ നിങ്ങളെല്ലാവരും കണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ ഒരു സ്ഥലം നല്ലൊരു സ്ഥലമാണ്. നിങ്ങളെല്ലാവരും മാക്സിമം എല്ലാവരും ഫ്രണ്ട്സിനും പിന്നെ ഫാമിലീസും എല്ലാത്തിനും ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കല്ല. ഗൈസ് എൻ്റെ കൂടെ വന്നതെന്ന് വെച്ചാൽ ഒന്നാമത്തെ ഇതെൻ്റെ കൂട്ടുകാരനാണ്. ഏകദേശം 6ാം ക്ലാസ് തൊട്ട് എനിക്ക് അറിയാവുന്നതാണ്. അപ്പോൾ ഇതുവരെ ഇവൻ്റെ പേര് കൃഷ്ണദാസ് എന്നാണ് അല്ലേ? അതെ, കൃഷ്ണദാസ് ഗൈസ്. പിന്നെ ഇത് ഇവൻ്റെ അളിയനാണ്. ഇതാണ് ഗൈസ്. ഇതിൽ ഏറ്റവും കൂടുതൽ നല്ല നല്ല മനോഹരമായ ദൃശ്യങ്ങൾ ആളാണ് ഗൈസ് ഈ നിൽക്കുന്നത്. കുറേ മനോഹരമായ ദൃശ്യങ്ങളുണ്ട്. പേര് വിഷ്ണു എന്നാണ് ഗൈസ് പേര്. അപ്പോൾ ഗൈസ് എല്ലാവരും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കലും. അപ്പോൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഗൈസ് എൻ്റെ വീഡിയോ ഞാൻ വൈൻഡ് അപ്പ് ചെയ്യാണ് ഗൈസ്. എല്ലാവർക്കും ബൈ. കുറേ ബോട്ടുകൾ വരുന്നുണ്ട് കേട്ടോ. അതേപോലെ തന്നെ നമുക്ക് പറയാനുള്ളത് വെച്ചാൽ